സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇന്നൽപ്പം ലേറ്റായി. അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ 3-ാമത്തെ ദിവസമാണ്. ഞങ്ങൾ താമസിക്കുന്ന കേരള ഹൗസിലെ മുറിയാണിത്. വളരെ സ്പേഷ്യസ് റൂം തന്നെയാണ്. അതുപോലെ ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അതുപോലെ ഇവിടെ നല്ല നാടൻ ഫുഡൊക്കെ കിട്ടും. നാട്ടിലെ ഫുഡൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. അതുപോലെ ഇതാണ് ഞങ്ങളുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള സുധീഷാണിത്. അതുപോലെ സുധീഷ്, ജോസ്ന ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ ടൂർ കോർഡിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ലഡാക്ക് യാത്രയുടെ 3-ാമത്തെ ദിവസമാണിന്ന്. ഇന്നത്തെ യാത്ര ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ചില മൊണാസ്ട്രികൾ കാണാനുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായി ഇവിടെ കേരള ഹൗസിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള സെമോ ഹില്ലിലേക്കാണ് പോകുന്നത്. ഇന്നിപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകളും നല്ല ഭംഗിയെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ലഡാക്ക് ടൗൺ വിട്ട് കഴിഞ്ഞാൽ പിന്നെ റോഡുകൾ അധികവും വിജനമായിരിക്കും. അത്യാവശ്യം വരുന്ന ടൂറിസ്റ്റുകൾ മാത്രമേ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുകയുള്ളൂ. അല്പം കയറി തുടങ്ങുമ്പോൾ തന്നെ ലഡാക്കിൻ്റെ ടൗൺ ഏരിയ നമുക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇവിടെ ഈ ഭാഗത്തായി നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ടൗൺഷിപ്പ് കാണാം. ആ താഴ്വാരം കഴിഞ്ഞ് മലമുകളിലേക്കും ടൗൺ വളരുന്ന കാഴ്ചയും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ലേ എയർപോർട്ട് റൺവേയുടെ ഭാഗമാണ് താഴെ കാണുന്നത്. ഇവിടെയും കയറ്റം കയറി വരുമ്പോഴേക്കും ലേ പട്ടണത്തിൻ്റെ ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ലഡാക്ക് ഏരിയയിൽ നമ്മൾ ഇന്നലെ കണ്ട ശാന്തി സ്തൂപയും അതുപോലെ ലേ പാലസും അതുപോലെ ഇപ്പം കാണുന്ന ഈ സെമോ ഹില്ലിൻ്റെ ഭാഗവും ഒക്കെ ലേ പട്ടണം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാണ് സെമോ മൊണാസ്ട്രിയുടെ ഭാഗമാണ് മുകളിൽ കാണുന്നത്. ഇവിടെ ചെറിയൊരു ഷെഡ് കാണാം. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൻറ്റിക് പീസുകളും അതുപോലെ സുവനീറൊക്കെ വിൽക്കുന്നവർ താമസിക്കുന്ന ഭാഗമാണിത്. അതും കഴിഞ്ഞ് ഇവിടെയാണ് സെമോ മൊണാസ്ട്രിയുടെ പ്രവേശന കവാടം വരുന്നത്. ഈ ഭാഗത്ത് നിന്നും വണ്ടി പാർക്ക് ചെയ്ത് അല്പം മുകളിലേക്ക് നടന്നാൽ മൊണാസ്ട്രിയുടെ ഭാഗത്തേക്ക് എത്താം. ഇവിടെ നിന്നും കയറ്റം കയറുമ്പോഴും ലേ പട്ടണത്തിൻ്റെ ഭംഗിയുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ മലമുകളിലെ ഈ ബിൽഡിങ്ങും അതിൻ്റെ ആർക്കിടെക്റ്റും അതുപോലെ ഈ കാറ്റിൽ പാറിക്കളിക്കുന്ന ബുദ്ധിസ്റ്റ് പ്രയർ ഫ്ലാഗും ഒക്കെ കാണാൻ വേറെ തന്നെ ഒരു ഫീലും അതുപോലെ ഒരു ഭംഗിയുമാണ്. അതുപോലെ ഞങ്ങൾ ഇന്നലെയൊക്കെ ഈ ലേ പട്ടണം മുകളിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേറെ വേറെ സ്ഥലത്ത് നിന്ന് കാണുമ്പോഴും അതിന് വേറെ വേറെ ഭംഗിയുമാണ്. നമുക്ക് ഈ ഭാഗത്തായി ഇന്നലെ കണ്ട ലേ പാലസിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണാം. ഈ മാർക്ക് ചെയ്ത ഭാഗത്താണത്. അതുപോലെ ലേ പട്ടണം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഭംഗിയുള്ള കാഴ്ചയും കാണാം. ഞങ്ങൾ ഇന്നലെ കണ്ട ശാന്തി സ്തൂപയാണത്. മുകളിലായി ഒരു ആർമി ഹെലികോപ്റ്ററും പോകുന്ന കാഴ്ച കാണാം. ഇതിനടുത്ത് തന്നെയാണ് ഹെലിപ്പാഡും അതുപോലെ എയർഫീൽഡൊക്കെ വരുന്നത്. അങ്ങനെ ഇവിടെയുള്ള ക്ഷേത്രത്തിനകത്തേക്ക് കയറി. ഇവിടെ നമുക്ക് വലിയൊരു ബുദ്ധൻ്റെ പ്രതിമ കാണാം. മൈത്രേയ ബുദ്ധയാണിത്. ഏകദേശം 3 നില കെട്ടിടത്തിൻ്റെ ഉയരം ഉണ്ട്. അതുപോലെ സ്വർണം പൂശിയ പ്രതിമയുമാണിത്. ഇവിടെ താഴെയായി ദൈവത്തിന് വേണ്ടി ഒരുപാട് പാനീയങ്ങളും അതുപോലെ സ്വീറ്റ്സൊക്കെയാണ് അർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പണവും കാണാം. ഇവിടെ മൊണാസ്ട്രിയുടെ ഭാഗങ്ങൾ നമുക്ക് കാലപ്പഴക്കം കൊണ്ട് പൊളിഞ്ഞിരിക്കുന്ന കാഴ്ച കാണാം. കല്ലും മണ്ണും മരങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് നിർമ്മിച്ചിരിക്കുന്നതായി കാണുന്നത്. 15-ാം നൂറ്റാണ്ടിലെ നംഗ്യാൽ രാജവംശത്തിലെ കിങ് ടാഷിയാണ് ഇവിടെ ഈ സെമോ മൊണാസ്ട്രി നിർമ്മിച്ചിട്ടുള്ളത്. ലേ പാലസിൻ്റെ തൊട്ടടുത്തുള്ള മലനിരകളിലാണ് സെമോ മൊണാസ്ട്രിയും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ലേ പാലസിൻ്റെയും അതുപോലെ ലേ പട്ടണത്തിൻ്റെയും നല്ല ഭംഗിയുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പല ഭാഗങ്ങളിലും ചെറിയ മിനുക്കുപണികളും ഇപ്പോഴും നടക്കുന്നുമുണ്ട്. ഇവിടെ ഈ മൊണാസ്ട്രിയുടെ ഭാഗത്ത് വന്നപ്പോൾ ഇപ്പോൾ ഇത് 3-ാമത്തെ ഫ്ലൈറ്റാണ്. ഒരു മിലിറ്ററി ഫ്ലൈറ്റാണ് പോകുന്നത്. ഈ സെമോ മൊണാസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലേ പട്ടണത്തിൻ്റെ ഭംഗിയുള്ള കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ഈ മൊണാസ്ട്രിയും സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ മലമുകളിലായി നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നത്. ലേ പട്ടണം അങ്ങ് ദൂരെ വരെ വ്യാപിച്ച് കിടക്കുന്ന നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ദൂരെയായി മിലിറ്ററി ക്യാമ്പുകളുമൊക്കെ കാണാം.
ഇവിടെ ഞങ്ങൾ മൊണാസ്ട്രി കാണാൻ വന്നപ്പോഴും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 പേർ മാത്രമേ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ വേറൊരു ക്ഷേത്രത്തിൻ്റെ ഭാഗമുണ്ട്. അതിനകത്തേക്ക് കയറി ഇവിടെ ഒരു സ്തൂപമാണുള്ളത്. അവിടെ ഞങ്ങൾ മുമ്പിൽ അർപ്പിച്ചിരിക്കുന്നതായി കാണാം. കൂൾ ഡ്രിങ്ക്സും അതുപോലെ പൈസയുമൊക്കെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്. ഇവർ പ്രധാനമായും പാനീയങ്ങളും അതുപോലെ മധുരപാനീയങ്ങളും ഒക്കെയാണ് പ്രധാനമായും ദൈവത്തിന് അർപ്പിക്കുക. ഇവിടെ ദൈവത്തിന് വേണ്ടി മാത്രമല്ല ഇത് അർപ്പിക്കുന്നത്, ഇവിടെ നല്ല സ്പിരിറ്റുകളും ഉണ്ടെന്നാണ് അവരുടെ വിശ്വാസം. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി ഇവിടെയും 20 രൂപ ചാർജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ കാണുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം തിരിച്ച് ലേ പട്ടണത്തിലേക്കാണ് വന്നത്. ഇതാണ് ഞങ്ങളുടെ കോർഡിനേറ്റർ ജോഷ്ന മാമാണിത്. അവരുടെ കൂടെയാണ് ഇന്നത്തെ ലഞ്ച്. ടിബറ്റൻ സ്റ്റൈൽ ഫുഡാണ്. മോമോസും അതുപോലെ ഫ്രൈഡ് ചിക്കനും അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട്. അതുകൂടാതെ ഇതാണ് ഇവിടുത്തെ ടിങ്മോ എന്നൊരു വിഭവമാണിത്. ഇത് സ്റ്റീം ചെയ്തൊരു മൈദ കൊണ്ടുള്ളൊരു ഫുഡാണ്. അതുപോലെ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറിയുമുണ്ട്. ലേ മാർക്കറ്റിനടുത്ത് തന്നെയുള്ള അക്കാമ ടിബറ്റൻ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിഞ്ഞ് കുറച്ച് നേരങ്ങൾ ഇവിടെ കറങ്ങി നടന്നു. ഇവിടെ മുകളിൽ കാണുന്നതാണ് ലേ പാലസിൻ്റെ ഭാഗമാണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ലേ മണാലി റൂട്ടിൽ ഏകദേശം 20 കിലോമീറ്റർ അകലെ മണാലി റൂട്ടിൽ നിന്ന് മാറി മാധവ് ഗോംബ റൂട്ടിലാണുള്ളത്. മാധവ് ഗോംബ അഥവാ മൊണാസ്ട്രി ആണിത്. മാധവ് മൊണാസ്ട്രി. മൊണാസ്ട്രിയുടെ ഭാഗമാണ് നമുക്ക് ദൂരെ കാണുന്നത്. ഇവിടെ വരുന്ന വഴിക്ക് കണ്ടതാണിത്. യാക്കിൻ്റെയും അതുപോലെ പശുവിൻ്റെയും സങ്കരനമായ സോ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ മെയിൽ വേർഷൻ സോ എന്നും ഫീമെയിലിനെ സോമോ എന്നുമാണ് പറയുന്നത്. ഇവിടെ കയറ്റം കയറി വീഴുമ്പോഴേക്കും നല്ലൊരു ഭംഗിയുള്ള ഏരിയ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ അരുവിയും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുള്ളൊരു ഏരിയ തന്നെയാണിത്. മുകളിലായി സ്തൂപങ്ങളും കാണാം. കാറ്റം കയറി വീഴുമ്പോഴേക്കും താഴ്വാരത്തിൻ്റെ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. താഴെ പച്ചപ്പ് നിറഞ്ഞ ഒരു നല്ലൊരു ഭാഗം കാണാം. ചെറിയൊരു അരുവിയും അതിന് കരകളിലായി ചെറിയ ഗ്രാമവും വയലുകളൊക്കെയായി നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. മാധോ വില്ലേജാണ് താഴെ കാണുന്നത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ വേറെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ ടിക്കറ്റിൻ്റെ കൗണ്ടർ കണ്ടിരുന്നു, പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ള പെയിൻറ്റിങ്ങും അതുപോലെ ആർക്കിടെക്റ്റുകളാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ബുദ്ധസന്യാസിയായിരുന്ന ലാമ ദുഗ്ബെ ദോർജെ 1410 ഇവിടെ ഈ മൊണാസ്ട്രി നിർമ്മിച്ചത്. പിന്നെ 2005 ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രധാനമായും കാണാൻ പറ്റുന്നത് ബുദ്ധിസ്റ്റിലെ തങ്ക പെയിൻറ്റിങ്ങും അതുപോലെ ബുദ്ധൻ്റെ വലിയൊരു പ്രതിമയും നമുക്കിവിടെ കാണാം. മൊണാസ്ട്രിയുടെ ഉൾവശമാണിത്. ഇവിടെ കൊത്തുപണികളും അതുപോലെ ചിത്രപ്പണികളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. മാർച്ച് ആദ്യ പകുതിയിൽ ഇവിടെ മാധോ നാഗരംഗ് ഫെസ്റ്റിവലും നടക്കുന്നുണ്ട്. ഇവിടെ ബുദ്ധിസ്റ്റിൻ്റെ സഖ്യ വംശത്തിൻ്റെ ഒരു മൊണാസ്ട്രിയാണിത്. നമുക്കിവിടെ മൊണാസ്ട്രിയുടെ ഭാഗത്തു നിന്നും വിശാലമായ താഴ്വാരത്തിൻ്റെ ഭംഗിയുള്ള കാഴ്ച കാണാം. ഇവിടെ ചെറിയൊരു നദിയും അതിന് ചുറ്റുമായി ഗ്രാമങ്ങളും പച്ചപ്പ് നിറഞ്ഞൊരു ഭാഗമാണ് നമുക്കിവിടെ കാണുന്നത്. ഇത് ഇൻഡസ് നദിയിലേക്ക് പോകുന്ന ചെറിയൊരു കൈവരിയുടെ ഭാഗമാണ് നമുക്കിവിടെ താഴെ കാണുന്നത്. ഇവിടെ താഴെയായി കൃഷിപ്പാടങ്ങളുമുണ്ട്. ഇവിടെ ലഡാക്കിൽ മാർച്ച് മുതൽ സെപ്റ്റംബർ ഒക്ടോബർ വരെയാണ് ഇവിടെ കൃഷിപ്പാടത്തിന് കൃഷി ചെയ്യാൻ അനുയോജ്യമായ സമയം വരുന്നത്. അതുപോലെ ഈ മലമുകളിൻ്റെ ഈ ഭാഗത്തു നിന്നും താഴ്ഭാഗത്ത് പച്ചപ്പും അതുപോലെ മലമുകളിലേക്ക് കയറുമ്പോൾ വരണ്ടുണങ്ങിയ ഭൂമിയുമാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഹിമാലയ പർവ്വതനിരകളുടെ ഭംഗിയുള്ള കാഴ്ചയും അതുപോലെ താഴ്വാരത്തിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്.
അങ്ങനെ മാധവ് ഗോംബയിൽ നിന്നും ഞങ്ങൾ ഇറങ്ങുകയാണ്. ഏകദേശം ലേ ടൗണിൽ നിന്നും 25 കിലോമീറ്റർ അകലത്താണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. നല്ലൊരു ഭംഗിയുള്ള വഴിയും കൂടിയാണ് ഇവിടത്തേക്കുള്ള വഴി വരുന്നത്. അങ്ങനെ അവിടെ നിന്നും യാത്ര ഞങ്ങൾ തുടരുകയാണ്. ഈ മൊണാസ്ട്രികൾ അധികവും ഇതുപോലെ മലമുകളിലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലാണ് കൂടുതലായി നമുക്ക് കാണാൻ പറ്റുക. ഇതിന് പ്രധാന കാരണം പറയുന്നത് അവർ ധ്യാനം ചെയ്യുവാനും അതുപോലെ മറ്റുള്ള ശല്യങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഒരു സമാധാനവും ശാന്തതയും വേണ്ടി ഇരിക്കുവാനൊക്കെയുള്ള നല്ലൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ എന്നുള്ള നിലക്കാണ് ഈ മൊണാസ്ട്രികൾ അധികവും നമുക്ക് ഈ മലമുകളിലും അതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നത്. ദൂരെയായി മലനിരകളും താഴെയായി മൊണാസ്ട്രിയുടെ മറ്റൊരു ഭാഗവും മാധവ് വില്ലേജിൻ്റെ ഭാഗവും നോക്കിയിട്ട് നല്ല രീതിയിൽ ഭംഗിയായി കാണാം. താഴെ പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു പ്രദേശമാണ് നമുക്കിവിടെ നിന്നും കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഇപ്പോൾ 2 മാസം കൂടി കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങിയാൽ ഇതിൻ്റെയൊക്കെ കളർ മാറി തുടങ്ങും. അങ്ങനെ നല്ല ഭംഗിയുള്ള വഴികളിലൂടെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് ചെറിയ അരുവികളുടെ ഭാഗങ്ങളും കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മാധവ് മൊണാസ്ട്രിയുടെ റൂട്ടിൽ നിന്നും മാറി ഇപ്പോൾ മെയിൻ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ അടുത്ത യാത്ര പോകുന്നത് ഹെമിസ് മൊണാസ്ട്രിയിലേക്കാണ്. ഇവിടെ വഴികളും നല്ല ഭംഗിയുള്ള വഴികൾ തന്നെയാണ്. ഇന്നത്തെ യാത്ര ഞങ്ങൾ അധികവും മൊണാസ്ട്രി തന്നെയാണ് ഇന്നത്തെ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ലേ ലഡാക്ക് ഭാഗത്ത് ഏകദേശം 109ഓളം മൊണാസ്ട്രികൾ ഉണ്ടെന്നാണ് കണക്ക് പ്രകാരം പറയുന്നത്. ഈ ലഡാക്ക് വരുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. കാർഗിൽ അതുപോലെ ലേ എന്നീ 2 പട്ടണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇതുപോലെ പ്രധാനമായും തിബത്തൻ ബുദ്ധിസ്റ്റ് കൾച്ചർ അതുപോലെ മൊണാസ്ട്രികളും ഒരുപാട് മൊണാസ്ട്രികൾ കൊണ്ടും സമ്പന്നമായ ഒരു പ്രദേശമാണ് ഇവിടം. ഹിമാലയൻ മൗണ്ടൻസ് റീജിയനും അതുപോലെ കാരക്കോറം മൗണ്ടൻസ് റീജിയനും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏകദേശം 3 ലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ വരുന്നത്. അതിൽ 45% മുസ്ലിങ്ങളും 40% ബുദ്ധിസ്റ്റും 12% ഹിന്ദുക്കളും ബാക്കിയുള്ളവർ അങ്ങനെ വരുന്നു. ലഡാക്കിലേക്ക് വരാൻ ഏറ്റവും നല്ല സമയം വരുന്നത് മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയങ്ങളിലാണ്. അതുപോലെ പ്രധാന ഫെസ്റ്റിവലുകളും ഒക്കെ നടക്കുന്നതും ആ സമയങ്ങളിലാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. തിബത്തൻ ന്യൂ ഇയർ ആഘോഷവും വരുന്നുണ്ട്. അത് വരുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. ഇവിടെ പോകുന്ന വഴിക്ക് ഒരു കൃഷിപ്പാടവും കുറച്ച് കൃഷിക്കാരെയും നമുക്കിവിടെ കാണാം. ഇവിടുത്തെ കൃഷിയുടെ പ്രധാന സമയം വരുന്നത് ഏപ്രിൽ മാസത്തിൽ വിത്തുപാകി ഏകദേശം ഒക്ടോബർ മാസത്തിൽ വിളവെടുപ്പ് എടുക്കുന്ന രീതിയിലാണ് വരുന്നത്. ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് ബാർലിയും അതുപോലെ ഗോതമ്പും ഒക്കെയാണ്. ഞങ്ങളിപ്പോൾ ലേ മണാലി റൂട്ടിൽ നിന്നും മാറി കാരു എന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ട് കയറിയിട്ടുള്ള ഹെമിസ് മൊണാസ്ട്രി റോഡിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പോകുന്ന വഴിക്ക് നമുക്ക് മലനിരകളുടെ ഭംഗിയുള്ള കാഴ്ച കാണാം. ഇവിടുത്തെ മലനിരകൾ തീർത്തും വ്യത്യസ്തമാണ്. ഒരു ചെത്തിവെച്ച പോലത്തെ രീതിയിലാണ് കാണുന്നത്. ഹെമിസ് മൊണാസ്ട്രിയിലേക്കുള്ള വഴിയിലാണ്. മലമുകളിൽ നിന്നും വരുന്ന ചെറിയൊരു അരുവിയുടെ ഭംഗിയുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ മൊണാസ്ട്രിയിലെത്തി. സമയം ഇപ്പോൾ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. 5:30 മണി ആയിട്ടുണ്ട്. ഇവിടെയും ടിക്കറ്റ് ഉണ്ടായിരുന്നു. 30 രൂപയാണ് ചാർജ് വാങ്ങിയത്. അധിക മൊണാസ്ട്രിയിലും ഇപ്പോൾ ടിക്കറ്റ് വാങ്ങുന്നുണ്ട്. ബുദ്ധമതത്തിലെ ദ്രുക്പ വംശത്തിലെ വലിയൊരു മൊണാസ്ട്രിയാണ് ഈ ഹെമിസ് മൊണാസ്ട്രി. ലഡാക്ക് റീജിയനിലെ ഏറ്റവും വലിയ മൊണാസ്ട്രികളിലൊന്നാണിത്. ഇതിന് ഏകദേശം 200ഓളം ബ്രാഞ്ചുകളും അതുപോലെ 1000ഓളം സന്യാസിമാരും ഇതിൻ്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. എല്ലാവരും മോഡൽ വ്യത്യാസമുണ്ടല്ലേ. ഇവിടെ കുറച്ചും കൂടി ഒരു ചേഞ്ചായി. ഇവിടെ മുകളിലെത്തിയാൽ ഇവിടെ വലിയൊരു നടുമുറ്റം കാണാം. അതിന് ചുറ്റുമായിട്ടാണ് ക്ഷേത്രവും അതിനോടനുബന്ധിച്ച കെട്ടിടങ്ങളൊക്കെ ഉള്ളത്. ഈ ഹെമിസ് മൊണാസ്ട്രി പെയിൻറ്റിംഗ് കൊണ്ടും ആർക്കിടെക്റ്റ് കൊണ്ടും ഒക്കെ വളരെ പ്രശസ്തമാണ്. അതുപോലെ ഇവിടെ ഒരു മ്യൂസിയവും സുവനീർ ഷോപ്പും പ്രവർത്തിക്കുന്നുണ്ട്. മ്യൂസിയത്തിനകത്ത് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ക്യാമറ അലൗഡ് ആയിരുന്നില്ല. അതിൽ അവർ ഉപയോഗിച്ച വസ്തുക്കളും അതുപോലെ പഴയ ഫോട്ടോകളും അവരുടെ ചരിത്രങ്ങളൊക്കെ എഴുതിയ കുറിപ്പുകളൊക്കെ കാണാം. അതൊക്കെ തീർച്ചയായും കാണേണ്ടത് തന്നെയാണ്. 11-ാം നൂറ്റാണ്ടിൽ ബുദ്ധ സന്യാസിയായിരുന്ന ഗ്യാൽവ ഗോൺസാൻപെയാണ് ആദ്യമായി മൊണാസ്ട്രി നിർമ്മിക്കുന്നത്. പിന്നീട് 1670-ൽ സെങ്ങനംഗ്യാൽ എന്ന രാജാവ് ഇത് മാറ്റിപ്പണിയുകയും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ജൂൺ മാസത്തിൽ ഗുരു പത്മസംഭവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫെസ്റ്റിവലും നടക്കുന്നുണ്ട്. ഇവിടെ മലമുകളിലേക്കും തട്ടുകളായി നിർമ്മിച്ചിരിക്കുന്ന മൊണാസ്ട്രിയുടെ ഭംഗിയുള്ള കാഴ്ചയാണ് കാണുന്നത്. ടൗണിൽ നിന്നും 40 കിലോമീറ്റർ അകലെയാണ് ഹെമിസ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഹെമിസ് മൊണാസ്ട്രിയിലെ കാഴ്ചയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലേ ഭാഗത്തേക്കാണ് പോകുന്നത്. ലേ മണാലി റൂട്ടിൽ തന്നെയാണ്. അവിടെ അടുത്ത കാഴ്ച ഉള്ളത് തിക്സെ മൊണാസ്ട്രിയിലാണ്. ലേയിൽ നിന്നും
ലേ മണാലി റൂട്ടിൽ തന്നെ 20 കിലോമീറ്റർ മാറിയിട്ടാണ് തിക്സെ മൊണാസ്ട്രി വരുന്നത്. അങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്കും നേരം ഇരുട്ടിത്തുടങ്ങി. ലഡാക്കിൽ നിന്നും 20 കിലോമീറ്റർ അകലെ ഗലൂഗ് വംശത്തിൻ്റെ വലിയൊരു മൊണാസ്ട്രികളിലൊന്നാണ് തിക്സെ മൊണാസ്ട്രി. 12 നിലകളിലായി ബുദ്ധിസത്തിൻ്റെ പെയിൻറ്റിങ്ങുകൾ കൊണ്ടും സ്തൂപകൾ കൊണ്ടും സ്റ്റാറ്റ്യൂവും ഒക്കെ ആർക്കിടെക്റ്റ് കൊണ്ടുമൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു മൊണാസ്ട്രിയാണിത്. 15-ാം നൂറ്റാണ്ടിൽ സ്പോൺ പാൽഡൻ ഷെറാബ് എന്ന ഗലൂഗ് വംശത്തിൻ്റെ സ്ഥാപകനാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. തിബറ്റൻ കലണ്ടർ പ്രകാരം 9-ാം മാസം അല്ലെങ്കിൽ ഒക്ടോബർ-നവംബർ മാസത്തിലാണ് ഇവിടെ ഫെസ്റ്റിവൽ നടക്കുന്നത്. നാളെ മുതൽ ലേ പട്ടണം വിട്ട് മലനിരകളും താഴ്വാരകളും തേടിയുള്ള യാത്രയാണ്. അപ്പോൾ ഭംഗിയുള്ള യാത്രകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഡ്രീംസ്.